കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പിലാക്കലും ഈ അബ്ദുസലാസിന്റെ മീൻ കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രയാസം നടത്തി. ഒരു സുന്നികളിറക്കിയ കാസറ്റിലുള്ളത് സുന്നി വിഭാഗം, റഫീഖ് മരുന്ന് കച്ചവടം, മറ്റോ വിദേശ ജോലി, അറ്റോൻ അറബി മഞ്ച്. ഇവരോ അബ്ദുസ്സലാം സല്ലമി കേരള ജമിയത്തുൽ ഉലമാ വൈസ് പ്രസിഡന്റ്, മറ്റേയാള് ഉപദേശക സമിതി, ഇയാള് കേരള ജമിയത്തുൽ ഉലമാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി, പിന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പുര കളയസം സംസ്ഥാന സെക്രട്ടറി. അന്ന് കാണിച്ചു കൊടുക്കുക കൊണ്ടോട്ടി സംവാദത്തിലെ മരുന്ന് കച്ചവടക്കാരൻ എന്ന് കാണിച്ചേ. കാരണം ഞാൻ കരയേണ്ടതിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന ആളാണ്. കാരണം ലത്തീഫ് കരഞ്ഞപ്പോൾ എപ്പോഴും അങ്ങാടിക്ക് മരുന്നും കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് അല്ല എപ്പോഴും പുള്ളിക്കിന് മാറ്റി തന്നെ. ആ നാട്ടിലാണ് ഞാൻ മരുന്ന് കച്ചവടം വൈദ്യരായി കുരുക്കളായി നിൽക്കുന്നത്. പിന്നെ എന്റെ മരവാകും ഇഞ്ചറും വെച്ചൂരും നിൽക്കുന്നമാതിരി ഇറത്തി നിൽക്കുന്നത് വലത്തേ ഭാഗത്ത് സലാമി മുജാഹിദിന് വേണ്ടി ഒപ്പിട്ടത് സാഗർ ഫാക്ടറി, ഇടത്തെ ഭാഗത്തുള്ളത് സൂഖ് മുജാഹിദിന് വേണ്ടി ഒപ്പിട്ട സലീം ഇലക്ട്രോണിക് അർത്തില്, അതിന്റെ മുന്നിൽ നിവാ ഫാർമസി പറഞ്ഞ മരുന്നിന്റെ അർത്തുന്ന ആളാണ് ഞാൻ മരുന്ന് കച്ചവടക്കാരന്റെ മുമ്പില് കരിമ്പിലാക്കല് തെറ്റിച്ച് വായിക്കണ മരുന്ന് കച്ചവടക്കാരൻ പിടിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അതായത് എന്റെ എല്ലാ ധാരണയും തെറ്റിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ ഒരുപാട് ഇബാറത്തുകൾ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു എന്റെ ധാരണ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കും, എന്റെ ധാരണ തെറ്റിച്ച് ഇബാറത്ത് വായിക്കുന്നു മനസ്സിലാക്കിയാൽ ശരി വായിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതല്ല, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംവാദത്തിന് വന്ന സമയത്ത് ആദ്യം തന്നെ കിതാബ് വരി വായിച്ചു, അത് തലക്കുത്തനെയാണ് വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പാർട്ടിയുടെ അതല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളല്ല, സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയ നിങ്ങൾ മാത്രവുമല്ല, കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ തൗഹീദും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളും ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത ഒരുപാട് വാദങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇനി അടുത്ത മാതൃപ്രായത്തിൽ ഒരു മാസം ഉണ്ടല്ലോ, അന്നത്തേക്കാവുമ്പോഴേക്ക് മൗലവി ഏതെങ്കിലും മൗലവിമാരടുത്ത് പോയിട്ട് എരി വായിക്കാനുള്ള ഇബാറത്തുകൾ സ്വന്തം അവരുടെ മുന്നിൽ നിന്ന് വായിച്ച് പഠിച്ച് ശരിയാക്കി വരും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എന്റെ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത്, അതായത് മുജിത്തഹിദുകളായ ഇവർ, മുജിത്തഹിദെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവരെ ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മൗലവി ആദ്യം ഒരു തെറ്റല്ല ഒരു പാട് തെറ്റ് വായിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ പറഞ്ഞ് പോവുകയല്ല, ഞാൻ ഇതെങ്ങനെയല്ല പറയുന്നത്, സ്വന്തം കേസറ്റ് പറയല്ല, നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഇവിടെ കേസറ്റ് ഉണ്ടാവുമല്ലോ. എന്താ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, മൂപ്പരിങ്ങനെ ഓതുക, ഇതസ്തഅ്ദനത് ഇംറഅതു അഹദുക്കും ഇലൽ മസ്ജിദി ഫലാ യംനഅഹാ. സുബ്ഹാനല്ലാഹ്, എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവോ? ഒരു ഫീലിന് അങ്ങനെ രണ്ട് ഫായില്? അതെല്ലാം ഫായിലിന് മുദാഫിലേക്ക് എവിടെ? മുദാഫിലേക്ക് അപ്പുണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോൾ ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവുമോ? ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാക്കുന്ന അറിയോ? ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോൾ അത് പറയാം, ആ ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ, ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ട. ഇനി എവിടെങ്കിലും വാദപ്രകാശത്തിനോ പ്രസംഗത്തിനോ പോകും എന്ത് വായിക്കുക? അഹദിക്കും. കാരണം മുദാഫിലെയാണ്, ജറാണ്. ഞങ്ങളെ പോലത്തെ ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലിയ പോകുന്ന ആളുകളല്ലേ. നിങ്ങൾ അതുപോലെയല്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, ഒന്ന് മാത്രം. ഇനി അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത അപ്പൊ ഇനി നമ്മളെ സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും, നമുക്ക് അവസാനിപ്പിക്കണോ? പറഞ്ഞത് നമ്മളൊക്കെ പള്ളി നടക്കല്ലേ. പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിയുടെ തെറ്റ് പറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ ഈ ആദർശ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ ബുക്കേണ്ടിയില്ല. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് എഴുതിയ വ്യക്തി ഈ നിൽക്കുന്ന മൗലവി ആര്? ആ മൗലവിയെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? ഞാൻ കളവ് പറയല്ല, എന്റെ സ്വന്തം സ്റ്റേജിൽ മേലെ സുന്നിയർ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ മുജാഹിദ് പറഞ്ഞ മാതിരി സ്വന്തം സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ല, നിങ്ങളെ മുന്നിൽ നിന്നാണ് പറയുന്നത്.
തെറ്റ് ആ മൗലവിന്റെ ഒരു തെറ്റ് പറഞ്ഞുതരാം. ഞാൻ പറയണ്ട വിചാരിച്ചാൽ ആ സാധുവിനെ വെറുതെ വിടാം. കാരണം എന്താ അറിയോ, അതൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ആ പാവത്തിന് ഇടങ്ങാറാക്കേണ്ട വയസ്സ് കാലത്ത് വിചാരിച്ചാണ്ടാണ് അതിനിടങ്ങാറാക്കാത്തത്. അതായത് അയാളെ പറ്റി പറഞ്ഞെന്താ അറിയോ, കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം. ഈ മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ എന്ന് പറയുന്ന മൗലവി, അദ്ദേഹത്തിന് ഫോട്ടോ ഉണ്ട് ഇവിടെ. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ് ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നൊരു കേസറ്റില്ലേ, وإذا مس الناس ضر دعوا ربهم منيبين إليه وإذا مس الناس ضر دعوا ربهم منيبين إليه. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടോ നിങ്ങൾ? മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ ആയിരം മഫൂലും തിരിയാൻ ഞാൻ കുട്ടികൾ വിടുവോ?